14 വർഷമായിട്ട് കഴിഞ്ഞ 14 വർഷമായിട്ട് റിയാദിലും പരിസര പ്രദേശത്തുമായിട്ട് കുടുംബങ്ങളെ കൂട്ടിയോജിപ്പിച്ച് പ്രവർത്തിച്ചു വരികയാണ്. കേളി കുടുംബവേദി എല്ലാ വർഷവും വനിതാ ദിനം ആഘോഷിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 2023 ജ്വാല എന്ന പേരിൽ വളരെ വിപുലമായ രീതിയിൽ തന്നെ കേളി കുടുംബവേദി വനിതാ ദിനം ആഘോഷിച്ചിരുന്നു. ജ്വാല അവാർഡുകളും മറ്റും നൽകിയായിരുന്നു അത് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വർഷവും ഈ 2024ലും ജ്വാല എന്ന പേരിൽ തന്നെ ഈ അൽ-യാസ്മിൻ സ്കൂളിൽ വരുന്ന വെള്ളിയാഴ്ച മാർച്ച് 8-ാം തീയതി വനിതാ ദിനം ആഘോഷിക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ വനിതാ ദിനം ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതിലേക്ക് വേണ്ടിയാണ് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മാധ്യമങ്ങളെയും കേളി കുടുംബവേദിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇതിന്റെ ജ്വാലയെക്കുറിച്ചും കുടുംബവേദിയെക്കുറിച്ചും കൂടുതൽ വിശദീകരിക്കുന്നതിനായി കേളി കുടുംബവേദി സെക്രട്ടറി സഖാവ് സീബ പൂവോട്ടിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 14 വർഷമായി പ്രവാസി ഭൂമികയിൽ പുരോഗമനപരമായ ചിന്താഗതിക്കാരായ സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ട്, സ്ത്രീകളെയും കുട്ടികളെയും കുടുംബങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ കുടുംബവേദി എന്ന പേരിൽ ഇവിടെ പ്രവർത്തിച്ചു വരികയാണ്. സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ നമുക്ക് നടത്തി കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ ഉന്നമനം എന്ന് തന്നെയാണ് കൂടുതലായും ലക്ഷ്യമിടുന്നത്. പ്രവാസ ഭൂമികയിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അത്തരത്തിലുള്ള ഒരുപാട് പരിപാടികൾ ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി കേളി കുടുംബവേദിക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 14 വർഷങ്ങളിലായി ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ അവിടെയെല്ലാം മലയാളം എന്ന് പറയുന്ന വലിയ ഒരു മുദ്രാവാക്യം ഉയർത്തി നടത്തിക്കൊണ്ടുവരുന്ന മലയാള മിഷന്റെ പ്രവർത്തനം കേളി കുടുംബവേദി ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. കേളി മധുര മലയാളം എന്ന പേരിൽ 5 സെന്ററുകളായിട്ടാണ് ആ പ്രവർത്തനം ഇവിടെ നടന്നു വരുന്നത്. അതുപോലെ തന്നെ മറ്റു പ്രവർത്തനം എന്ന് പറയുന്നത് കോവിഡ് കാലത്ത് വെബിനാറുകൾ, അതുപോലെ തന്നെ മറ്റ് ബോധവൽക്കരണ ക്ലാസുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, കുട്ടികൾ ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് പ്രവാസത്തിൽ മാത്രം ജീവിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ നാട്ടിലെ കളികളൊക്കെ അവർ മറന്നുപോയിട്ടുണ്ട്. അത്തരം കുട്ടികൾക്ക് നാട്ടിലെ കൂടുതൽ പരിചയപ്പെടുത്താൻ വേണ്ടി കളിയരങ്ങി എന്ന പേരിൽ പരിപാടികൾ സംഘടിപ്പിച്ചു പോയിട്ടുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ വർഷവും നമ്മൾ മാർച്ച് 8 വനിതാ ദിനമായി തന്നെ കൊണ്ടാടാറുണ്ട്. എങ്കിൽ പോലും കഴിഞ്ഞ വർഷമാണ് ജ്വാല 2023 എന്ന പേരിൽ വലിയൊരു പരിപാടി നമുക്കിവിടെ നടത്തി കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു റിയാദിൽ തന്നെ അത്രയും വലിയൊരു പരിപാടി മറ്റ് വനിതാ സംഘടനകൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ടാവില്ല. കാരണം അങ്ങനെ പറയാൻ കാരണം വലിയ രീതിയിൽ നമുക്ക് ആ പരിപാടി നടത്തി വിജയിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കലാരംഗത്തും കായിക രംഗത്തുമായിട്ട് 2 അവാർഡുകൾ നമ്മൾ 2023 ജ്വാല അവാർഡിലൂടെ നൽകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 2023 ജ്വാല വനിതാ ദിനത്തിൽ വെച്ചാണ് നമ്മൾ കലാ അക്കാദമി എന്ന പേരിൽ കേളി കുടുംബവേദി കലാ അക്കാദമി എന്ന പേരിൽ ഒരു പുതിയ അക്കാദമി കുടുംബവേദിയുടെ കീഴിൽ ഇവിടെ ആരംഭിക്കാൻ വേണ്ടി നമ്മൾ അന്നാണ് അവിടെ അത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിന്റെ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. 55 കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തികച്ചും സൗജന്യമായിട്ടാണ് നമ്മൾ ആ പരിപാടി നടത്തി കൊണ്ടുപോകുന്നത്. ഡ്രോയിങ്ങും നൃത്തവുമാണ് ഇപ്പോൾ തികച്ചും സൗജന്യമായി നടത്തുന്ന 2 പരിപാടികൾ. അതിൽ നൃത്ത അധ്യാപികമാരായി നേഹ പുഷ്പരാജും ഹെന പുഷ്പരാജുമാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ ഡ്രോയിങ് ക്ലാസ് അൽ-യാസ്മിൻ ഇന്റർനാഷണൽ സ്കൂളിലെ ഡ്രോയിങ് അധ്യാപിക വിജില ബിജു ആണ് ആ ക്ലാസ് നടത്തുന്നത്. ഇനി ഈ വർഷത്തെ 2024 ജ്വാല അവാർഡ് എന്ന് പറയുന്നത് ഈ വർഷം ഞങ്ങൾ സാഹിത്യ മേഖലയിലാണ് ആ അവാർഡ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. പ്രവാസ ലോകത്തെ തന്നെ അറിയപ്പെടുന്ന എഴുത്തുകാരി സബീന സാലിയാണ് ഈ പ്രാവശ്യത്തെ അവാർഡിന് അർഹയായിട്ടുള്ളത് എന്നുകൂടി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വർഷത്തെ വനിതാ ദിനം മാർച്ച് 8 ഉച്ചയ്ക്ക് 2 മണി മുതൽ അൽ-യാസ്മിൻ ഇന്റർനാഷണൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്തുന്നത്. അതിലെ ഈ വർഷത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മെഗാ ചിത്രരചന മത്സരമാണ്. 4 വയസ്സ് മുതൽ 6 വയസ്സ് വരെ കുട്ടികൾക്ക്
ക്രയോൺ വെച്ചുള്ള കളറിംഗ് ആണ്. പിന്നെ 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ ഡ്രോയിങ്, അതുപോലെ തന്നെ 11 വയസ്സ് മുതൽ 15 വയസ്സ് വരെ. ഇത്രയും മത്സരമാണ് ഈ വർഷത്തെ ജ്വാല വനിതാ ദിനവുമായി ബന്ധപ്പെടുത്തി നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത്.